ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് പലരുടെയും ഒരു പ്രശ്നമാണല്ലേ, മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക, ഫ്രിസി ആയിട്ടിരിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ മുടി പകുതി വെച്ച് പൊട്ടി പോവുക, അതേപോലെ തന്നെ ഒരേ ലെങ്ത് തന്നെ ഫുള്ളായിട്ട് ഇല്ലാതിരിക്കുക, മുടി കൊഴിച്ചിൽ കൂടുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ മാറ്റാനായിട്ടുള്ള നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ മുടി ഇതേപോലെ ഡ്രൈ ആൻഡ് ഫ്രിസി ആവാറുണ്ട്. മെയിൻ ആയിട്ടുള്ളത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പുറത്തേക്ക് പോവാം. അതേപോലെ തന്നെ കൂടുതലായിട്ട് കാറ്റും വെയിലും ഒക്കെ നമ്മുടെ മുടിക്ക് തട്ടുമ്പോൾ ഹീറ്റിംഗ് ടൂൾസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും നമ്മുടെ മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ട് പോവാറ്. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലും കൂടും. അതേപോലെ തന്നെ മുടി പകുതിയൊക്കെ വെച്ചിട്ട് പൊട്ടിപ്പോവാനും അതേപോലെ തന്നെ ഒരു കാണാൻ തന്നെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാവട്ടോ നമ്മുടെ മുടി ഉണ്ടാവുക. കൂടാതെ തന്നെ കൂടുതലായിട്ടും നമ്മുടെ സ്പ്ലിറ്റൻസ് നമ്മുടെ മുടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരു ആഴ്ച കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്നല്ലേ, നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം മതി കേട്ടോ. വേറെ ഒന്നല്ല കേട്ടത്, ഈ ഒരു സാധനം മാത്രം മതി നമ്മുടെ മുടിയിലെ ഈ ഒരു ഡ്രൈനെസ് മാറ്റിയെടുക്കാനായിട്ട്. അതെങ്ങനെയാണെന്നല്ലേ, കറ്റാർവാഴയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അതേപോലെ തന്നെ ഈ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ നന്നായിട്ട് തന്നെ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് കണ്ടന്റ് നമ്മുടെ മുടിക്ക് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും. കൂടാതെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് താരന്റെ അതേപോലെ തന്നെ സ്കാൽപ്പിൽ എന്തെങ്കിലും ചൊറിച്ചലിന്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു അലോവേര. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഇവിടെ ഏറ്റവും നല്ലത്. ഇനി എല്ലാവർക്കും ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല 100% പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ല് ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിരിക്കും. കറ്റാർവാഴയിൽ ധാരാളമായിട്ട് വൈറ്റമിൻസും അതേപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓരോ മുടിയിഴകൾക്കും നന്നായിട്ട് കട്ടി ലഭിക്കാനായിട്ടും ഇത് നല്ലതാണ് കേട്ടോ. ഇത് നമുക്ക് കാലത്തോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി നീരിറക്കത്തിന്റെ ഒക്കെ പ്രശ്നം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ളവര് പകല് നമുക്ക് നമ്മുടെ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഇനി ഹെയർ വാഷ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മോർണിംഗ് ഹെയർ കെയർ റൂട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മൾ കാലത്ത് മുടി അഴിച്ച് കെട്ടുന്ന സമയത്ത് ഈ ഒരു അലോവേര ജെല്ല് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കെട്ടിവെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു അലോവേര ജെല്ല് എങ്ങനെ ഉപയോഗിക്കേണ്ടതും കൂടി നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ബാക്കിലായിട്ട് ഇതേപോലൊരു മഞ്ഞ ലിക്വിഡ് കാണും. അതൊക്കെ പോയതിനു ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ചൊറിച്ചല് അതേപോലെ തന്നെ അലർജിക്കുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ആദ്യം തന്നെ ഇത് പറിച്ചെടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം ഇങ്ങനെ കുത്തി നിർത്തണം കേട്ടോ. കാരണം ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു മഞ്ഞ ലിക്വിഡ് പോകാനുണ്ട്. അത് പോയതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ ഫേസിലായാലും അതേപോലെ തന്നെ ഹെയറിലായാലും ഉപയോഗിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചൊറിച്ചല് അതേപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു വെള്ള പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ ആ മുള്ളുള്ള 2 ഭാഗം ഉണ്ടല്ലോ അതും കൂടി കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു ചെറിയ പീസ് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ പീസ് മതി നമുക്ക് ഒരു ദിവസത്തേക്കുള്ളത് മുഴുവനായിട്ടുള്ളത് കിട്ടും കേട്ടോ. നമ്മുടെ സ്കാൽപ്പിക്കുള്ളതും അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിലേക്കായാലും ഇത്ര ഒരു ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ. ഇനി ഇതേ നമ്മുടെ മുടിയിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലത്തെ ജെല്ല് ഒന്നും കൂടി നന്നായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം സ്കാൽപ്പ് ഇതേപോലെ ഓരോ സെക്ഷനാക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അലോവേര ജെല്ല് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിൽ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്കാൽപ്പിൽ ഫുള്ള് ഇതേപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മുടിയുടെ ലെങ്ത്തിലേക്കും ഈ ഒരു അലോവേരയുടെ ജെല്ല് ഇതേപോലെ ഒന്ന് തേച്ചെടുക്കാം. ഇനി പാക്കൊക്കെ തേക്കുന്ന പോലെ ഫുള്ളായിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്കും അതേപോലെ തന്നെ മുടിയിലേക്ക് ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. എന്നാൽ ഒരുവിധം നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ആവും വേണം. അതേപോലെ തന്നെ ഇത് നമുക്ക് കാലത്തോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് രാത്രി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ ജെല്ല് ഇതേപോലെ കുറവായെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വല്ല കത്തിയോ അല്ലെങ്കിൽ സൂചിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അതിൽ നിന്ന് നന്നായിട്ട് തന്നെ നമുക്ക് ജെല്ല് കിട്ടും.
അലോവേര നമുക്ക് എല്ലാവർക്കും അറിയാം, ധാരാളമായിട്ട് വൈറ്റമിൻസ് അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള ഒരു സാധനമാണ്. ഇത് നമ്മൾ മുടിക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്പ്ലിറ്റൻസ് കുറയാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടി പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടിയിൽ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടും, ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു അലോവേര. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലായാലും കുഴപ്പമില്ല കേട്ടോ. അത് നന്നായിട്ട് തന്നെ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി ഫ്രഷ് ആയിട്ട് കിട്ടുന്നവരാണ് എങ്കിൽ നമുക്ക് അത് എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ഒട്ടും കിട്ടാത്തവരാണെങ്കിൽ മാത്രം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് ഉപയോഗിച്ചാലും മതിയാവും. വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇനി അലോവേരയുടെ ജെല്ല് എവിടെയും എത്താത്തതുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ടും, അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഡ്രൈ സ്കാൽപ്പൊക്കെ നന്നായിട്ട് മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരൊറ്റ സാധനം കൊണ്ട് നമ്മുടെ മുടിയിൽ ഉണ്ടാവുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പൊ നിങ്ങളും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കാം. കൂടുതലായിട്ട് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് മുടി കെട്ടി വെച്ചിട്ട് പോവാം. അതേപോലെ തന്നെ കിടക്കുന്ന സമയത്തായാലും മുടി കെട്ടി വെക്കാനും, ഹീറ്റിംഗ് ടൂൾസ് ഒക്കെ കുറവായിട്ട് ഉപയോഗിക്കാനും, ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കണ്ടീഷണറോ അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സെറൊക്കെ ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ തന്നെ ഒരു പരിധി വരെ നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് കുറയാനൊക്കെ ആയിട്ട് സഹായിക്കും. ഈ ഒരു കറ്റാർവാഴ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും സമയമൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ലെങ്ത്തിലും മുടിയുടെ അറ്റത്തും നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. മുടിയുടെ അറ്റത്തൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ സ്പ്ലിറ്റസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ മുടി പകുതി വെച്ചിട്ടൊക്കെ പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് കുറയാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ. ഇനി ഈ ഒരു ജെല്ല് ഇങ്ങനെ തേക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ജെല്ല് ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പ്രേ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ടോണർ ആയിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സെറൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ മുടിയിലുള്ള ഡ്രൈനെസ്, ഫ്രിസിനെസ്, മുടി പൊട്ടി പോകുന്ന പ്രശ്നം, സ്പ്ലിറ്റൻസ്, അതേപോലെ തന്നെ താരൻ, ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഇതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറ്റാർവാഴ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരാഴ്ച ഒന്ന് നോക്കി നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ലൊരു മോയ്സ്ചറിങ് കണ്ടന്റ് നൽകാനൊക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ. അപ്പം നിങ്ങളും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.